ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കനേഡിയൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 1.5 ലക്ഷം കനേഡിയൻ പൗരന്മാർ ഒപ്പിട്ട ഹർജി കാനഡ പാർലമെന്റിൽ സമർപ്പിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മസ്കിന്റെ അടുത്ത ബന്ധമാണ് പൗരത്വം റദ്ദാക്കണമെന്ന ആവശ്യത്തിലേക്ക് നയിച്ചത്. ബ്രിട്ടീഷ് കൊളംബിയ എഴുത്തുകാരിയായ ക്വാലിയ റീഡാണ് ഹർജി കാനഡയിലെ പാർലമെന്റിൽ സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമാണ് മസ്ക് എന്നും ഇത് കാനഡയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് ഭീഷണിയാണെന്നും ഹർജിയിൽ പറയുന്നു. കാനഡയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയയാളാണ് ട്രംപ് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ന്യൂ ഡെമോക്രാറ്റ് എംപിയും മസ്കിന്റെ കടുത്ത വിമർശകനുമായ ചാർലി ആംഗസിന്റെ നേതൃത്വത്തിലാണ് ഹർജി തയ്യാറാക്കിയത്. മസ്കിന്റെ കനേഡിയൻ പാസ്പോർട്ടും പൗരത്വവും റദ്ദാക്കണമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ഇദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ട്രംപിന്റെ നയങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മസ്ക് യുഎസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവി കൂടിയാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി യുഎസിലെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന നടപടിയെയും മസ്ക് പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മസ്കിന്റെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കനേഡിയൻ പൗരന്മാർ രംഗത്തെത്തിയത്. മസ്കിനെതിരെയുള്ള ആരോപണങ്ങൾ. ദക്ഷിണാഫ്രിക്കയിലാണ് ഇലോൺ മസ്ക് ജനിച്ചത്. കനേഡിയൻ സ്വദേശിയായ മസ്കിന്റെ അമ്മ വഴിയാണ് ഇദ്ദേഹത്തിന് കനേഡിയൻ പൗരത്വം ലഭിച്ചത്. എന്നാൽ ട്രംപിന്റെ ഉപദേശകനായി പ്രവർത്തിച്ചുകൊണ്ട് കാനഡയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി മസ്ക് പ്രവർത്തിക്കുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. ഒപ്പം കാനഡയുടെ പരമാധികാരത്തെ തകർക്കാൻ മസ്ക് ട്രംപിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. കാനഡയെ യുഎസിന്റെ 51ാം സംസ്ഥാനമാക്കി മാറ്റണമെന്നാവശ്യമുയർത്തുന്നയാളാണ് ഡൊണാൾഡ് ട്രംപെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ ഈ പ്രസ്താവനകളിൽ കാനഡയിൽ പൗരന്മാർക്കിടയിൽ പ്രതിഷേധമുയരുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ കനേഡിയൻ രാഷ്ട്രീയത്തിലെ മസ്കിന്റെ ഇടപെടലും പ്രതിഷേധമുയർത്തുന്നു. കാനഡയിലെ ചില വിഷയങ്ങളെപ്പറ്റി ഈ അടുത്ത് മസ്ക് എക്സിൽ കുറിച്ച പോസ്റ്റും വിവാദമായി. കാനഡയിലെ കൺസർവേറ്റീവ് നേതാവായ പിയറി പൊയിലിവ്രയെ പുകഴ്ത്തിയ ഇദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോയെ പരിഹസിക്കുകയും ചെയ്തു. കാനഡയിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളെ പരസ്യമായി അംഗീകരിക്കുന്ന മസ്കിന്റെ നിലപാടും പ്രതിഷേധത്തിന് ഇടയാക്കി. ഹർജിയുടെ ഭാവി. കാനഡയിലെ നിയമപ്രകാരം ഇത്തരത്തിൽ സമർപ്പിക്കുന്ന ഹർജികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ലഭിക്കാൻ 500 അതിലധികമോ ആളുകളുടെ ഒപ്പുവേണം. ക്വാലിയ റീഡ് പാർലമെന്റിൽ സമർപ്പിച്ച ഹർജിയിൽ 1,57,000-ലധികം പേർ ഒപ്പിട്ടിട്ടുണ്ട്. അതിനാൽ സർക്കാരിന്റെ പ്രതികരണം ലഭിക്കാൻ പ്രയാസമില്ല. പൗരന്മാർ തങ്ങളുടെ പൊതു ആശങ്കകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് പാർലമെന്റ് പെറ്റീഷനെ കാണുന്നത്. ഇവയിൽ സർക്കാർ നടപടിയെടുക്കണമെന്നത് നിയമപരമായി നിർബന്ധമല്ല. എന്നാൽ ഇപ്പോൾ സമർപ്പിച്ച ഹർജിക്ക് ലഭിക്കുന്ന പിന്തുണ കനേഡിയൻ രാഷ്ട്രീയത്തിലെ മസ്കിന്റെ സ്വാധീനത്തിനെതിരായി വർദ്ധിച്ചുവരുന്ന പൊതുവികാരത്തെ സൂചിപ്പിക്കുന്നു. ജൂൺ 20 വരെ ഹർജിയിൽ ഒപ്പിടാൻ ജനങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. ഇലോൺ മസ്കിന്റെ പ്രതികരണം. കനേഡിയൻ പൗരന്മാരുടെ ഹർജിയിൽ മസ്ക് ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. യുഎസിലെയും കാനഡയിലെയും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നത് അദ്ദേഹം തുടരുകയാണ്. അടുത്തിടെ മേരിലാൻഡിൽ നടന്ന കൺസർവേറ്റീവ് പാർട്ടി സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഈ അടുത്ത് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും ഡോജിനെ പിന്തുണയ്ക്കാത്തവർ അമേരിക്കൻ പൗരന്മാരല്ലെന്നും മസ്ക് പറഞ്ഞിരുന്നു.